ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ എൻഡിഎയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ. മഹാസഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. ആർജെഡി കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ചർച്ച നടത്തും. കൂടുതൽ വിവരങ്ങളുമായി PR കാർത്തിക് ചേരുന്നുണ്ട്. കാർത്തിക്, എൻഡിഎയുടെ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നു. ആരൊക്കെ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷ? അതുപോലെ തന്നെ ഇനി ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജനത്തിലല്ലേ ആകാംക്ഷ നിലനിൽക്കുന്നത്? NDA സഖ്യത്തിന്റെ സീറ്റ് വിഭജനം പൂർത്തിയായിരിക്കുന്നു. നവംബർ 6-നാണ് ബീഹാറിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 121 സീറ്റുകളിലേക്ക്. ഈ 121 സീറ്റുകളിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ 17-ആണ്. 5 ദിവസം മാത്രമാണ് ബാക്കി. 5 ദിവസം ബാക്കി നിൽക്കുമ്പോൾ സീറ്റ് വിഭജനം പൂർത്തിയാക്കി NDA ഒരു പടി മുകളിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയണം. മഹാസഖ്യമാകട്ടെ സീറ്റ് വിഭജന കാര്യങ്ങളിൽ ചർച്ച ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെയാണ് NDAയുടെ സീറ്റ് വിഭജനം പൂർത്തിയായത്. 101 സീറ്റുകളിൽ BJPയും 101 സീറ്റുകളിൽ JDUവും മത്സരിക്കും. ഒരു സീറ്റെങ്കിലും BJPയേക്കാൾ അധികം വേണം എന്ന നിലപാടായിരുന്നു ആദ്യഘട്ടം മുതൽ JDU സ്വീകരിച്ചിരുന്നത്. പക്ഷേ 101 സീറ്റുകൾ വീതം മത്സരിക്കാനാണ് ധാരണ ആയത്. അതോടൊപ്പം തന്നെ NDAയിലെ മറ്റ് കക്ഷികൾക്കും സീറ്റ് വിഭജന കാര്യത്തിൽ അസ്വാരസ്യങ്ങളുണ്ടെങ്കിലും അവർ ഈ തീരുമാനം അംഗീകരിക്കുന്നു എന്ന് വ്യക്തമാക്കി. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നേരത്തെ തന്നെ ചിരാഗ് പാസ്വാൻ അടക്കമുള്ളവർ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇന്നലെ അന്തിമ സീറ്റ് വിഭജനം പൂർത്തിയായപ്പോൾ 29 സീറ്റുകളാണ് ചിരാഗ് പാസ്വാന്റെ LJPക്ക് ലഭിച്ചത് എന്നതാണ് ശ്രദ്ധേയം. അതോടൊപ്പം തന്നെ RLMന് 6 സീറ്റും ഹിന്ദുസ്ഥാനി ആവാമി മോർച്ചയ്ക്ക് 6 സീറ്റും. നേരത്തെ തന്നെ ജിതിൻ റാം മാഞ്ചി അടക്കം ഈ സീറ്റ് വിഭജന കാര്യത്തിൽ പല തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അസ്വാരസ്യങ്ങൾ പരസ്യമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവസാനം സീറ്റ് വിഭജനം പൂർത്തിയായപ്പോൾ 6 സീറ്റ് മാത്രമാണ് HAMന് ഉള്ളത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. വിയോജിപ്പോടെയാണെങ്കിലും ഈ തീരുമാനം അംഗീകരിക്കുന്നു എന്ന പ്രതികരണമാണ് ജിതിൻ റാം മാഞ്ചിയിൽ നിന്നും ഉണ്ടായത്. എന്തായാലും ബുധനാഴ്ച മോദി BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. അങ്ങനെ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലുള്ള പ്രചരണത്തിന്റെ ഒരു ഫൈനൽ കിക്ക് ഓഫിലേക്ക് BJP കടക്കുകയാണ്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും ഇന്ന് തന്നെ പ്രഖ്യാപിക്കും എന്നാണ് സൂചന. പക്ഷേ അതേസമയം മഹാസഖ്യത്തിൽ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. ഇന്ന് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും തേജസ്വി യാദവുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഡൽഹിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് റെയിൽവേ കുംഭകോണ കേസുമായി ബന്ധപ്പെട്ട് ലാലു പ്രസാദ് യാദവും ഭാര്യ റാബറി ദേവിയും അതോടൊപ്പം തന്നെ തേജസ്വി യാദവുമൊക്കെ ഇന്ന് ഡൽഹിയിലുണ്ട്. ഇന്ന് ഈ ചർച്ചകളിൽ ആദ്യഘട്ട സീറ്റ് വിഭജനത്തിലെങ്കിലും ഒരു അന്തിമ ധാരണയിലെത്താനുള്ള ശ്രമങ്ങളിലാണ് അവർ ഇപ്പോഴും ഉള്ളത്. പുതിയതായി ഉൾപ്പെടുത്തിയ JMMനും അതോടൊപ്പം തന്നെ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്കും എത്ര സീറ്റ് നൽകണം എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. 12 സീറ്റുകളാണ് JMM ആവശ്യപ്പെടുന്നത്. പക്ഷേ ആ 12 സീറ്റുകൾ നൽകാൻ RJD തയ്യാറല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ തവണ 70 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. 19 ഇടത്ത് മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. ഇത്തവണ 70 സീറ്റ് കോൺഗ്രസിന് ലഭിക്കില്ല. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ കോൺഗ്രസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 5 സീറ്റിന്റെ കാര്യത്തിൽ RJDയും കോൺഗ്രസും തമ്മിൽ ഇപ്പോഴും അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നു. ഈ 5 സീറ്റിന്റെ കാര്യത്തിലായിരിക്കും ഇന്ന് ചർച്ചകൾ സ്വാഭാവികമായി നടക്കുക. മാത്രമല്ല മഹാസഖ്യത്തിലെ മറ്റു പാർട്ടികളിലും സീറ്റ് വിഭജന കാര്യത്തിൽ അസ്വസ്ഥരാണ്. അവരുടെ സീറ്റ് വിഭജന കാര്യത്തിലും അന്തിമ തീരുമാനം എത്താൻ ആയിട്ടില്ല. അതിലേറ്റവും പ്രധാനം CPIML 2020-ൽ 19 സീറ്റുകളിലാണ് മത്സരിച്ചത്. ഇത്തവണ 18 സീറ്റുകളുടെ കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. പക്ഷേ 4 മുതൽ 5 സീറ്റുകൾ വരെ അവർ അധികം ചോദിക്കുന്നുമുണ്ട്. ഈ പ്രശ്നങ്ങളാണ് ഇന്ന് മഹാസഖ്യം പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും 5 ദിവസം ബാക്കി നിൽക്കുമ്പോൾ ഇന്നോ നാളെയോ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് മഹാസഖ്യം. അതിനിടെ RJDയിലെ 2 MLAമാർ കഴിഞ്ഞ ദിവസം രാജിവെച്ചു. ഇവർ JDUവിൽ ചേരുമെന്ന അഭ്യൂഹങ്ങളും ശക്തമായി. അങ്ങനെ ഒരു വശത്ത് NDA സർവ്വ തയ്യാറെടുപ്പുകളും കൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കങ്ങളുടെ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു. സീറ്റ് വിഭജനം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് രമ്യമായി പരിഹരിച്ച് സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നു. ഒരു വശത്ത് മഹാസഖ്യം ആകട്ടെ പ്രതിസന്ധികൾ ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള അവസാനഘട്ട ശ്രമങ്ങളിലുമാണ് ഇപ്പോൾ. ശരി, കാർത്തികാണ് കൂടുതൽ വിവരങ്ങൾ.